ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പയർ കൃഷി എങ്ങനെയാണ് നടുന്നത്, അതായത് മണ്ണ് ട്രീറ്റ് ചെയ്ത് എങ്ങനെയാണ് നടുന്നത് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും എമർജൻസി ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ഒരു മച്ചാൻ അയച്ചു തന്ന ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതുപോലുള്ള പ്രതിസന്ധി നമ്മളുടെ ഒരുപാട് മച്ചാന്മാർ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ പയർ കൃഷിയിലെ പ്രധാന വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ആളാണ് നമ്മളെ വാട്ടരോഗം. ഈ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ ചെടി നല്ലതുപോലെ നിൽക്കുന്ന, നല്ല കായോടുകൂടി നിൽക്കുന്ന ചെടി ഒരു ദിവസം കൊണ്ട് വാടിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ഇത് നമ്മുടെ ചെടിക്ക് വരുന്നത് മണ്ണിൽ കൂടിയാണ്. അതായത് മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്ത്, അതായത് നല്ല ശരിയായ വിധത്തിൽ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ആദ്യം നല്ലതുപോലെ വളരുകയും പിന്നെ പൂക്കണ്ണി പ്രായത്തിലേക്ക് പോകുമ്പോൾ തന്നെ, അതായത് നല്ലതുപോലെ പന്തലിലേക്ക് കയറിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ചെടി വാടിക്കരിഞ്ഞു പോകുന്നത്. അതായത് ചുവട് കരിഞ്ഞുണങ്ങിപ്പോവുക, അഴുകിപ്പോവുക, ചുവട് ഭാഗത്ത് ഒരുമാതിരി പൂപ്പൽ ബാധ ഉണ്ടാവുക, അതുപോലെ തന്നെ ചെടിയുടെ തണ്ട് ഭാഗത്ത് ഒരു രോഗലക്ഷണവും കാണാതെ ഒരു ദിവസം കൊണ്ട് തന്നെ വാടിക്കരിഞ്ഞു പോകും. ഇങ്ങനെ ഒരവസ്ഥ നമ്മളെ ചെടിക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഒരു സെൻറ്റിലേക്ക് കുറഞ്ഞത് 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി 15 ദിവസം ചെറിയ 50% നനവും കൊടുത്ത് ഇട്ടതിന് ശേഷം മാത്രം അതിലേക്ക് ജൈവവളങ്ങൾ ചേർത്ത് ചെടികൾ നടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലൊരു രോഗം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ മറ്റ് ചെടികളിലേക്ക് പടരാതെ സംരക്ഷിച്ചെടുക്കുവാനും സാധിക്കും. ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയെ രക്ഷപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇനി ഈ വീഡിയോ നമുക്ക് അയച്ചു തന്ന ആ മച്ചാൻ പറയുന്ന 2 വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ രോഗത്തെക്കുറിച്ച്. ഇതാണ് മച്ചാനെ എൻ്റെ തോട്ടം. തിരി ആയി വരുന്നേ ഉള്ളൂ, കണ്ടോ? ഇതാണ് വാടിപ്പോകുന്നത്. ഇത് ഒരു മൂട്ടിലെ വാടി. പിന്നത്തെ അടുത്തത് ഇന്നലെ എല്ലാം ഞാൻ പിഴുത് എല്ലാം റെഡിയാക്കി. പിന്നെ വേണ്ട അടുത്തൊരു മൂട്. കണ്ട, എങ്ങനെ സഹിക്കും? ഞാനിപ്പോഴും വള്ളിയെല്ലാം തിരിച്ചു കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. തിരി ആയി വരുമ്പോഴാണ് ഇത് കാണുമ്പോഴേ ഉള്ളൊരു സന്തോഷം. പിന്നെ അടുത്തത് ഞാനിപ്പോൾ ഇത് പിഴുതതാണ്. ഇപ്പോൾ പിഴുതതേ ഉള്ളൂ, വാട്ടിൽ കണ്ടുകൊണ്ട്. കണ്ടോ? ഇനി ചപ്പ് കരിയിലയൊക്കെ എല്ലാം വാരി മൂട്ടിലിട്ടിരിക്കുക. ചൂട് കാരണമേ. വേണ്ടേ ഇലയുടെ, കണ്ടോ? ഇലയുടെ വിരിവ് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് കൃഷി ചെയ്യുന്ന ഓരോ മച്ചന്മാർക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് വിത്ത് മണ്ണിലേക്ക് കുത്തുന്നതിന് ഒരു ദിവസം മുന്നേ നമ്മൾ 75 മില്ലി വെള്ളത്തിൽ 20 ഗ്രാം സൂഡോമോണസ് നല്ലതുപോലെ ലയിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മുടെ വിത്തുകൾ, നടാൻ ഉദ്ദേശിക്കുന്ന വിത്തുകളെ കുതിരാൻ വേണ്ടി വെക്കണം. ഇത് നമുക്കൊരു 12 മണിക്കൂർ വെച്ചേക്കാം. ഇങ്ങനെ കുതിർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ജൈവവസ്തുക്കൾ മിക്സ് ചെയ്ത നമ്മുടെ ചെറിയ ട്രായിലോ മറ്റോ ഒക്കെ വിത്തുകൾ കുത്തി മുളപ്പിക്കാവൂ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ
വാട്ടരോഗം പോലുള്ള മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങൾ ചെടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പയർ ചെടിക്ക് ഏറ്റവും കൂടുതൽ വളരാനായിട്ട് ഇഷ്ടപ്പെടുന്നതും പുളിരസമില്ലാത്ത മണ്ണാണ്. അതുപോലെ തന്നെ നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് മണ്ണിൻ്റെ അസിഡിറ്റി കളയുവാൻ മാത്രമല്ല, നമ്മുടെ പയർ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ വാട്ടരോഗം എങ്ങനെ വരാതെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. അതുപോലെ വാട്ടരോഗം വന്ന ചെടികൾ നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ അതിനെ മൂടോടെ പിഴുതു നശിപ്പിച്ച് കളയുക. ഇതിനുശേഷം ആ തടത്തിലേക്ക് നമുക്ക് ഒരു 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തടം നല്ലതുപോലെ കുതിർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വാട്ടരോഗത്തെ തടയാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ലിറ്റർ ഗോമൂത്രം, 1 ലിറ്റർ പുളിച്ച തൈര്, ഇല്ല എന്നുണ്ടെങ്കിൽ മോര്, ഇത് സമം ചേർത്ത് 10-15 ലിറ്റർ വെള്ളം ചേർത്ത് ഓരോ തടവും നനച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ സൂഡോമോണസ് ഒരു 100 മില്ലി ഗോമൂത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കലക്കിയിട്ട് ഇതിനെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലും നമുക്ക് തടത്തിലേക്ക് നനച്ചു കൊടുക്കാം. വാട്ടരോഗം വരാതിരിക്കാനായി നമുക്ക് ബോഡോ മിശ്രിതം ഒരു 5 ഗ്രാം ഒരു 3 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ലയിപ്പിച്ച ശേഷം ഇത് നമുക്ക് ഒരു 20 ദിവസത്തെ ഇടവേളകളിൽ ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് നമുക്ക് വേരിലൊന്നും വീഴാതെ അകലത്തിൽ കൂട്ടി നമ്മളെ തടം നനച്ചു കൊടുക്കുന്നത് നമുക്ക് വാട്ടരോഗത്തെ പ്രതിരോധിക്കാനും മണ്ണിൽ കൂടിയുള്ള മറ്റ് രോഗങ്ങൾ വരാതിരിക്കാനും ഒരുപാട് സഹായിക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, കാരണം നമ്മളെ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ ആ ചെടിയെ സംരക്ഷിക്കാൻ പാടാണ്. മറ്റ് ചെടികളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അത് മാത്രമാണ് നമ്മുടെ പരിഹാരമാർഗം. അതുപോലെ നമ്മളെ പയർ ചെടി പറിച്ചു നടുന്ന സമയത്ത് റൈസോബിയം കൾച്ചർ പോലുള്ള ജീവാണുക്കൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നമ്മളെ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് തടത്തിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് തൈകൾ നട്ടു കൊടുക്കുന്നതും ഇതുപോലുള്ള വാട്ടരോഗം, വൈറസ് രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ വേനൽക്കാല കൃഷിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് മുഞ്ഞ, അതായത് ഏഫിഡ്സ്, അതുപോലെ തന്നെ ചാഴി. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ 5 മില്ലി വേപ്പെണ്ണയും അതുപോലെ തന്നെ 5 ഗ്രാം ബാർ സോപ്പും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ ചെല്ലത്തക്ക വിധത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ ഏഫിഡ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ചാഴി ശല്യത്തെയും ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മളെ ഇലകളെ തിന്ന് നശിപ്പിക്കുന്ന ഒരു പുഴു ഉണ്ടല്ലോ, പച്ച കളർ പുഴു. ഈ പുഴുവിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് തവിടെടുത്ത ശേഷം ആ തവിടിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ലായനി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും രാസകീടനാശിനി നമ്മുടെ ഈ മിശ്രിതമായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ചിരട്ടയിലോ മറ്റോ അങ്ങും ഇങ്ങും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന ഈ പുഴുക്കൾ ഇതാകർഷിച്ച് വന്ന് ഇത് തിന്നുകയും ചത്തതിൽ കിടക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ ചെടികളിലേക്ക് വിഷാംശം പകരുകയുമില്ല, നമ്മളെ ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ പയറിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് പ്രോട്ടീൻ നമ്മളെ പയറിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിക്കാഷ്ടം ഇവയൊക്കെ നമുക്ക് ഒത്തിരി പൊടിഞ്ഞ് പഴകിയതായിരിക്കണം. നമ്മൾ ഫാമിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പരിധിയിൽ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കരുത്, അത് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെടിക്ക് ഇട്ട് കൊടുക്കുകയും അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ KAUവിൻ്റെ പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് 1 സെൻറ്റിലേക്ക് കുറഞ്ഞത് 100 ഗ്രാമെങ്കിലും ജൈവവളം ചേർത്തിരിക്കണം എന്നാണ്. ഇനി രാസവളം ഉപയോഗിക്കുന്ന മച്ചാന്മാരാണെങ്കിൽ അവർക്ക് ഒരു ചെടി വളരുന്ന സാഹചര്യത്തിൽ 5 ഗ്രാം പൊട്ടാഷ്യം, 10 ഗ്രാം ഫാക്ടംഫോസും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ചുവടുഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ചെടിക്കാണ്. അതുപോലെ ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ചെടിക്ക് കൊടുക്കേണ്ടത് 10 ഗ്രാം പൊട്ടാഷ്യം 5 ഗ്രാം ഫാക്ടംഫോസുമായിട്ട് തിരിച്ച് ചെടിക്ക് കൊടുത്താൽ മതി. അതായത് ചെടികൾ പൂവിട്ട് കായായി കഴിഞ്ഞാൽ ചെടിക്ക് ഏറ്റവും വേണ്ടത് എന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ്. ഈ പൊട്ടാഷ് നമ്മൾ കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ലതുപോലെ കായ്ഫലം തരാൻ സാധിക്കൂ. ജൈവ രീതിയിലാണെങ്കിൽ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങൾ കൊടുക്കുക. അതായത് നമ്മളെ തെങ്ങിൻ്റെ ചൂട്ട്, കൊതുമ്പ്, മടൽ, തെങ്ങിൻ്റെ പാർട്സുകളിട്ട് കത്തിക്കുന്ന
ചാരത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാഷിൻ്റെ അംശം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മീൻ വളം, മീൻ വേസ്റ്റ് നമ്മൾ കളയാതെ നമ്മളെ മണ്ണിര കമ്പോസ്റ്റിലൊക്കെ ഇട്ട് ഒഴിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പൊട്ടാഷ് റിച്ച് സ്റ്റോഴ്സ് ആയിട്ടുള്ള ഒരു ജൈവവളം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1 സെൻറ്റിലേക്ക് രാസവളം എന്ന് പറയുന്നത് 500 ഗ്രാം പൊട്ടാഷും 1 കിലോ ഫാക്ടംഫോസുമാണ്. ഇത് 10 ദിവസം കൂടുന്ന ഇടവേള സമയങ്ങളിൽ നമ്മളെ ചെടിക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ടോട്ടലായിട്ട് ഇത്ര വളം മാത്രം മതി നമുക്ക് കേട്ടോ. ഇതൊരു 6-7 തവണയായിട്ട് നമ്മളെ ചെടിക്ക് കൊടുത്താൽ നമ്മുടെ ചെടിയുടെ ഉൽപ്പാദനം കൂട്ടാം, അതായത് വിളവ് നമുക്ക് നല്ലതുപോലെ കിട്ടും. ഇതിനിടയ്ക്ക് ഒരു 15 ദിവസത്തെ ഇടവേള സമയങ്ങളിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല വിളവ് കിട്ടും. അതുപോലെ തന്നെ ബോറാക്സ് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുന്നത് ചെടികളിൽ ധാരാളം പെൺപൂക്കൾ ഉണ്ടാവുകയും ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായായി മാറുകയും ചെയ്യും. അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പൊട്ടാഷോ ഫാക്ടംഫോസോ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് കൊടുത്ത് 10 ദിവസമെങ്കിലും കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാൻ. ഇത് 2-3 തവണയായിട്ട് നമുക്ക് ചെടിക്ക് കൊടുക്കാം. ഇതുപോലെ കൊടുത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടിക്കുള്ള ഉൽപ്പാദനം നമുക്ക് ഒരേ ക്രമത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. പൊട്ടാഷ് നമ്മൾ ചെടിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ദോഷമെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് കായൊക്കെ കിട്ടും, അത് കഴിഞ്ഞ ശേഷം വരുന്ന കായ്കളെല്ലാം നേർത്തു പോകും, അതായത് കനം കുറഞ്ഞ് വെറും വികൃത രൂപത്തിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊട്ടാഷ്, ഫാക്ടംഫോസ്, അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം കൊടുക്കണമെന്ന് പറയുന്നത്. അതായത് പയർ കൃഷിയിൽ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസിയാണ്. അതായത് കാൽസ്യം നമുക്ക് ഡെഫിഷ്യൻസി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മണ്ണ് ട്രീറ്റ് ചെയ്യണം. പൊട്ടാസ്യം ഡെഫിഷ്യൻസി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ 10 ദിവസങ്ങളിലും നമുക്ക് പൊട്ടാഷ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതായത് ഒരു ചെടിക്ക് 10 ഗ്രാം പൊട്ടാഷ് കിട്ടത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്യേണ്ടത് കാച്ചുകൊണ്ടിരിക്കുന്ന പയർ ചെടിക്ക്. ഇത് നമുക്ക് 1 സെൻറ്റ് സ്ഥലത്തേക്ക് കുറഞ്ഞത് ഒരു 50 കിലോഗ്രാമോളം ഈ പച്ചില ചേർത്ത് കൊടുത്താൽ നമുക്ക് കീടരോഗബാധയില്ലാതെ നമ്മളെ ചെടിയെ സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ പയർ ചെടിയിൽ ധാരാളം ഇലകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചിലയെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. ഇത് നമ്മുടെ സൂര്യപ്രകാശം ചെടികൾക്ക് ലഭിക്കുവാൻ നല്ലൊരു സഹായകമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് ലോല എന്ന ഇനത്തിൽപ്പെട്ട പയറാണ്. ലോലയാകുമ്പോൾ നല്ല നീളമുള്ള പയറാണ്, ഈ ഏറ്റവും തുമ്പറ്റത്ത് ചുവപ്പ് കളറുള്ളതാണ്. അതുപോലെ തന്നെ ജ്യോതിക, മാലിക ഇവയൊക്കെ നമ്മളെ വേനൽക്കാല കൃഷിക്ക് ഏറ്റവും നല്ല വിത്തുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലതുഭാഗത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ആളെന്ന ബട്ടൺ സെലക്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇനിയും ഒരു നല്ല കാർഷിക വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.